അബ്ബി ഈ കാക്ക നിക്കണ കണ്ടില്ലേ? ഫുൾ മീൻ പെടക്കണ മീന്. ഇങ്ങനെ കുറച്ചു നേരം നമ്മള് വെക്കും. ഇങ്ങനെ ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റില്. ഇതാണ് അതാണ് നമ്മള് മീൻ പൊള്ളിച്ചതിന്റെ മസാല ചേർക്കാണ്. എന്തേലും ഒന്ന് ആട് ബിരിയാണി, മറ്റെന്തെങ്കിലും ബുഹാരി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് റൈഹാൻ കാറ്ററിംഗിലേക്കാണ്. ഇവിടെ ഡെയിലി പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സൽക്കാരിലുണ്ട്. ആട് പൊള്ളിച്ച്, മീൻ പൊള്ളിച്ച്, അങ്ങനെ വെറൈറ്റി ഐറ്റംസുകൾ നമ്മൾ ഇതിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയും അതിൽ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഉണ്ടാക്കണം ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇവിടുന്ന് നമ്മൾ കാറ്ററിംഗ് വണ്ടി കയറ്റി വിടലാണ്. അപ്പോൾ നമ്മൾ തിന്ന് നോക്കണ, അതായത് അഭിപ്രായം പറഞ്ഞാണ്ട് അടിപൊളിയാണെന്നുള്ള സംഭവം ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ റൈഹാൻ കാറ്ററിംഗിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ. ഇന്ന് ഇവിടെ വെറൈറ്റി ഫുഡുകളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ആട് പൊള്ളിച്ചാണ്. ഇതാ നമ്മളെ മെയിൻ പണ്ടാരി കേട്ടോ. ഇതെന്താ മസാല? ഇത് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്. എങ്ങനെ? നമ്മളെ സ്പെഷ്യൽ മസാലയാണ്. ഇത് പച്ച മസാലയാണ്. പച്ച മസാല പലരും ആട് പൊള്ളിച്ചുമ്പോൾ ആദ്യം പുഴുങ്ങൊക്കെ ചെയ്യും. നമ്മൾ പുഴുങ്ങൊന്നുമില്ല, നമ്മളിങ്ങനെ പച്ചക്കണ്ടിടും. എന്നിട്ട് കണല് വേണ്ടില്ല, കണലുണ്ടാക്കണവിടെ കണലിട്ടിട്ട് ചെമ്പിലിട്ടിട്ടാണ് മൂടും. ഫോയിലിടൂലേ? ഫോയിലിടും. അങ്ങനെയാണ് നമ്മളെ പരിപാടി. ഇത് എത്ര പീസ് ഉണ്ട്? ഇത് 13 ആട്ടുംകാലുണ്ട്. ഒരു കാല് 1 കിലോനാണ് നമ്മളെ കണക്ക്. ഇത് സൽക്കാര പരിപാടി. ഒരു കാല് 13 ആൾക്കാരോ? ഒരു കാല് 1 കിലോന്. ഒരു കാല് 1 കിലോന്. എത്ര ആക്കാ? അത് 8 ആക്ക് ഒക്കെ. നമ്മളെ കണക്കിന് നമ്മളെ പോലത്തെ ആൾക്കാരാണ് 4 ആക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാ സാധനപാടി ഉണ്ടാവുമ്പോ സൽക്കാര പരിയിൽ എന്തുണ്ടാവും, 8 ആക്കൊക്കെ പോകും. പിന്നെ മീൻ പൊള്ളിച്ചുണ്ടല്ലോ. എത്രയാണ് പൊള്ളിക്കാനുള്ളത്? അവിടെ മീൻ കാണിച്ചോണ്ട. അത് പെട്ടക്കണ 1 കിലോ എത്ര ഉണ്ടാവും? ഒന്ന് 90? 800. അത് ഇതേ മസാല തന്നെയാണ്? അല്ലല്ല, അത് മീൻ നമുക്ക് വേറെ മസാല ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് അടിക്കുന്ന മസാല ഉണ്ട്. പിന്നെ എന്താ ചെമ്മീനോ? ചെമ്മീനോടെ എന്താ ഐറ്റംസ്? ചെമ്മീൻ കടായി. ചോറെത്താ ദമ്മിട്ട് കയറിയ? ചോറോ? ആടുകൊണ്ട് ബിരിയാണിയാണ് നമുക്ക് ഇന്ന്. ആടുകൊണ്ട് ബിരിയാണി. ബുഹാരി ഉണ്ട്. ഇനി നമുക്ക് അൽഫാം ഉണ്ട്, റോസ്റ്റ് ഉണ്ട്. ഐറ്റംസ് കുറെ ഉണ്ടല്ലേ? ഐറ്റംസ് കുറെ ഉണ്ട് കേട്ടോ. ഓ അത് പൊളിച്ച് ചാന കണ്ടില്ല. ഇജ്ജ് പോകാൻ ഉള്ളില്ല. ഇതാണ് കൊട്ടത്താളം വൃത്തിയില്ല അറിയോ? അബ്ബി ഈ കാക്ക നിക്കണ കണ്ടില്ലേ? ഫുൾ മീൻ പെടക്കണ മീന്. ഇന്ന് അവിടെ പരിപാടി എവിടെയെന്ന് പറഞ്ഞേ? പരിപാടി നമ്മുടെ നാട്ടിലത്തെ കാര്യമായിട്ടുള്ള ഒരാൾക്കാരെ പെരയില. ഇവിടെ തൃപ്പഞ്ചി പാലക്കാട് അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ പെരക്കാരുണ്ട്. ഓല പരിപാടിയാണത്. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിക്കോട്ടല്ലേ പരിപാടി? ഓല് പറഞ്ഞു മോശാക്കണ്ട. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നമ്മളും കരുതി. ബുഹാരി വെച്ചില്ല? ബുഹാരിക്ക് ആണുള്ളത്. ഇത് വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണ്. അപ്പൊ അത് നേരത്തെ ആയാലേ ഇനി ഇങ്ങനെ നോക്കിയാ ഇങ്ങനെ കുറച്ചു നേരം നമ്മള് വെക്കും. ഇങ്ങനെ ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റില് വെക്കണം. ഇങ്ങനെ മസാല പിടിച്ചാൽ. എന്നിട്ട് നമുക്കൊരു ഫോയില് പൊതിയലുണ്ട്. ഇതെന്താ കയ്യില്? ഇതിപ്പേ നിങ്ങള് വന്നല്ലേ, നിങ്ങൾക്ക് ആട് പറ്റൂലാന്ന്. അപ്പൊ നമ്മളൊരു 800 ഗ്രാം ബീഫ് ഉണ്ട്. പൊള്ളിച്ച കുറച്ച് ആടിന്റെ നെയ്യ് നിങ്ങൾക്കുള്ള സ്പെഷ്യലാ. ഇനിയിപ്പോ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ വരുമ്പോ അങ്ങനെയാണല്ലോ, വെറൈറ്റി ആക്കണല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കഴിക്കാതെ പോയത് നീച്ചു പോയത്. ഇരുന്നാ പറ്റില്ലെങ്കിൽ വേറെ ഉണ്ടാവും. റൈഹാൻ കാറ്ററിംഗിൽ വന്നാല് ഭക്ഷണം നമ്മളെ ഇങ്ങനെ വരും പറഞ്ഞിക്കാണ്ട് വന്നാൽ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു തരും. അത് ആട് പൊള്ളിച്ചാൽ അതേമാതിരി തന്നെ. ഇത് നമ്മള് ഇതേ മസാല തന്നെയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ നിങ്ങളെ മേത്ത് നമ്മളൊരു പരീക്ഷണം കൂടിയാണ് കേട്ടോ. അതാണ്. ഇതെന്താ ഇപ്പോ? ആട്ടുകാലിനുള്ള കരി. ആട് പൊള്ളിച്ചാലും മീൻ പൊള്ളിച്ചാനൊക്കെ അല്ലേ? മൊത്തം പുകയായിട്ട് നമുക്ക് ക്ലിയർ ആണില്ല. അതെ, ഉച്ച സമയല്ലേ, പുക കൂടൂലേ?
അല്ലെങ്കിൽ പുക ഉണ്ടാവും. കത്തി ലെവലാണ്. ഇതൊക്കെ ഫോയിൽ ചെയ്യാനോ? ആ ഫോയിൽ ചെയ്യാൻ അടുപ്പത്തുനിന്ന് കൂടെ മാറ്റിട്ടോ. നമ്മള് ഫസ്റ്റ് ഒരു കാലെടുത്തില്ലേ? ഒരു കാല്. എത്ര പേപ്പറാ? ഇതേ 2 മണിക്കൂർ റെസ്റ്റിൽ വെച്ചതിന് ശേഷമുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചിറ്റണം. കാരണം നമ്മൾ ഡയറക്റ്റ് കണലിലാണല്ലോ ഇടണേ. അപ്പൊ എന്താ വെച്ചാൽ 3-4 ഫോയിൽ കൊണ്ട് നമ്മളിത് ചിറ്റി ലെവലാക്കണം. ഉള്ളിലേക്ക് കണലെത്താത്ത പോലത്തെ ഇത് കുറെ നേരം ചൂടിൽ കറക്കാനുള്ളതാണ്. അപ്പൊ നമ്മക്ക് എന്ത് ചെയ്യരുത്, ഓയിൽ കുറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് വരരുത്. കണ്ടോ, ഒരു കാല് പൊയിഞ്ഞാൽ അത് 1 കിലോന്റെ ഒരു കാലാണിത്. 1 കിലോന്റെ ഒരു കാല്. ഇങ്ങനെയാണ് നമ്മളെ കണക്കുണ്ടാവുക കേട്ടോ. ഇതിപ്പോ നമ്മള് എത്ര, 1 മണിക്കൂറോ? 2 മണിക്കൂർ. 2 മണിക്കൂർ റെസ്റ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണത്. ഇനി നമുക്ക് ടൈം കുറവാണെങ്കിൽ റെസ്റ്റ് ടൈം കുറക്കാം. അപ്പൊ എന്താ ചെയ്യും, ഭക്ഷണത്തിന് ടേസ്റ്റിന് വ്യത്യാസം വരും. നിങ്ങളെ യൂട്യൂബിന്റെ ചാനലിന്റെ പേരെന്താന്നാ പറഞ്ഞത്? യൂട്യൂബിന്റെ ചാനലിനെന്താ അങ്ങനെ പ്രത്യേക പേരൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ, എല്ലാവരും യൂട്യൂബിലും ഇതിലൊക്കെയാണ് പേര്. അതെ, നമ്മൾ ബ്ലൂടെക് നമ്മളെ ചാനലിന്റെ പേരില്ലേ. അപ്പൊ അത് എല്ലാരോടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയും. അതൊന്നും ആരും മറന്നു പോണ്ട. അങ്ങനെയാണല്ലോ ഏർപ്പാടാവുമ്പോ വിജയിക്കണമെങ്കിൽ എല്ലാവരും സഹായ സഹകരണമൊക്കെ വേണം. നമ്മളെ സൽമാക്ക അതെത്താ കൊണ്ടാട്ടം, ചെമ്മീന്, പിന്നെ മീൻ പൊള്ളിച്ചേക്കോ. ഇതിക്കുള്ള മസാലയാണ്. ഇതൊക്കെ എത്തൊക്കെ ഇട്ട്? പൊരിച്ചാള മസാല, മുളക് പൊടിയും കോൺഫ്ലവറും ഉപ്പും. ഫുള്ള് പറഞ്ഞെടുത്താ പിന്നെ കള്ളി പൊള്ളിയില്ലേ. എന്നായിക്കോട്ടെ. എന്നാ അടുത്ത് റഷീദാക്ക ആക്കാനാ ചേത്താക്കെ. സൽമാൻ, ഇതെന്താ പൊള്ളിക്കാനുള്ള മീനല്ലേ? ആദ്യം മസാല അറ്റിയേക്കാണ് അല്ലേ? എന്നിട്ട് ഇനി ഇത് പൊരിച്ചിട്ടാ പൊള്ളിക്ക? ഓക്കെ. നമ്മള് അടുത്തതായിട്ട് മീൻ പൊള്ളിച്ചേക്കാണ് കിടക്കണേ. മീൻ ആദ്യം പൊരിച്ച് സെറ്റപ്പാക്കി വെച്ച് 2 ഐറ്റംസ് മസാല ഉണ്ട്. ഒരു മസാല കൊടുക്കണേ. മീനിന്റെ വയറിന്റെ ഭാഗം ഉണ്ടല്ലോ കീറിക്കാണ്ട്, അവിടെ ഒരു മസാല വൃത്തിയാക്കി കൊടുത്തത്. അവിടേക്കാണ് നമ്മൾ ആ മസാല കൊടുക്കും. പുറത്തേക്ക് നമ്മൾ സാധാ മസാല. നമുക്ക് 2 ഐറ്റം മസാല ഉണ്ട് മീൻ ഉണ്ടാക്കുമ്പോൾ. ഇത് 15 മീനുണ്ട്, ഇപ്പൊ തീരാനായി. അവിടെ കണ്ടില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാണ്, കണലിന്റെ ആളാണ്. ഒരു മീൻ കൂടെ ഉള്ളൂ അല്ലേ? ഇനി ഒരു മീനും കൂടെ. വായന്റെ ഇല വേണം നമുക്ക് എപ്പോഴും. വായന്റെ ഇല ടേസ്റ്റും ആണ്. പിന്നെ 2 ഉപകാരം ഉണ്ടാവും വായന്റെ ഇലക്ക്. ഇത് പോളീനാണ്. ബീഫ് കൊണ്ടാട്ടം, മീൻ പൊള്ളിച്ച് കവറാക്കി വെച്ചത്, ചെമ്മീൻ കടായി ഇറക്കേക്കാ. പിന്നെന്തേലും ഒന്ന് ആട് ബിരിയാണി, മറ്റെന്തേലും ബുഹാരി. ഇതെന്താ? കുറുമേ. റെഡിയാ. മീനാവുമ്പളേ ചെറിയ കണലിട്ടാണ് ചെറുതല്ലേ? നമ്മൾ ആദ്യം വേവിച്ചിട്ട് കഴിഞ്ഞാണല്ലോ, ചൂടാവാനുള്ള ഒരു കണലുണ്ടായാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ വീഡിയോയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. അതൊക്കെ നികത്തിയിട്ട് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത ഒരു സെറ്റപ്പ് വീഡിയോ ആയിട്ട് വരും. അപ്പം എല്ലാവർക്കും